ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പോൾ 3 പേരടിയിട്ട് ഇരുന്നിട്ട് വരാൻ തുടങ്ങി. ജിമിൻ വി ജംഗുക്ക്. എന്താ മാം, നിങ്ങൾക്ക് ഞാൻ 3 പേർക്ക് ഓരോന്ന് സ്റ്റോറി വെച്ചിട്ടുണ്ട്. എന്താ മാം പറയുന്നത്? ജിമിൻ വി, നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 3 പേരെ ആഡ് ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞായിരുന്നു. ജിമ്മിനക്ക് വിക്ക് ജംഗുക്ക് ഒന്നും മനസ്സിലായില്ല. അതെ, 3 ഡ്രാമ ഞാൻ ചെയ്യാൻ പോവാം. അതെല്ലാം 3 ഡ്രാമയിൽ നിങ്ങൾ 3 പേര് അഭിനയിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു. ഇതായിട്ട് ജിമ്മിനിക്ക് വീക്ക് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ മാം പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു 3 പ്രോജക്റ്റാ. യെസ് ജിമിൻ, എസ് ജംഗുക്ക്, നിങ്ങൾ 3 പേര് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പോവാണ്. ഫിലിം ആക്ടിങ് ഫസ്റ്റ് മൂവിയാണ്. നിങ്ങൾക്ക് 3 മൂവിയാണ്. അതെ, നിങ്ങൾ 3 മൂവിയാണ്. നിങ്ങൾ 3 പേര് ആ മൂവിയിൽ അഭിനയിക്കാൻ പോവുക. അതുകൊണ്ട് 3 കേട്ടോടാ. ഇത് കേട്ട് എന്താ മാം പറഞ്ഞത്? അതെ, നിങ്ങൾ 3 പേരാ ഈ ഫസ്റ്റ് മൂവിയിൽ ആഡ് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞായിരുന്നു. 3 മൂവിയാണ്. എസ് ജിമിൻ, ശരി ഓക്കെ, നിങ്ങൾ 3 പേര് സൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ മൂവിയിലെ ഡയറക്ടർ ആരോ പറഞ്ഞ് ആരപ്പാ ഡയറക്ടർ എന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അതെ, ആ സ്റ്റോറി കഥ പറഞ്ഞ് ചെയ്യാൻ പോകുന്നത് ആരോ പറഞ്ഞ് ഒരാൾ വന്നായിരുന്നു. അതെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. അതെ, ഈ 3 സ്റ്റോറി പറഞ്ഞ എൻ്റെ ഈ 3 ഫ്രണ്ട്, അതെ ഇവർക്ക് ഈ സ്റ്റോറി കഥ ഞാൻ ചെയ്തത് മാത്രമേ ഇവരാണ് ചെയ്യാൻ പോകുന്നത്. ഇവരാണ്, മനസ്സിലായോ എന്ന് ഹീറോയിൻ്റെ 3 ഫ്രണ്ട്സ് വന്നായിരുന്നു. മച്ചി ഹാപ്പി, ഹാപ്പി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ ഹീറോ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ 3 ഫ്രണ്ട്സ് വന്ന് ഹീറോയിനെ ആക്ട് ചെയ്തായിരുന്നു. ശരിടി, എല്ലാം ഓക്കെ ആണല്ലോടി? അതെടി എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ 3 പേര് ഓരോന്ന് ഡ്രാമ സ്റ്റോറി ചെയ്യാൻ വരുന്നായിരുന്നു. അതെ, 3 പേര്. അതെ, ഫസ്റ്റ് സ്റ്റോറി മാജിക് സ്റ്റോറിയാണ്. അത് നല്ല ഷോർട്ട് ഫിലിമിയാണ്. അത് സൂപ്പറായിട്ട് ഹീറോയുടെ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് മേഘന ഒരു മൂവി ചെയ്തു. അത് ടോപ്പ് ഫേമസ് മൂവി ആയതാണ്. മേഘന ഭയങ്കര ഹാപ്പിയായിരുന്നു. താങ്ക് യു മച്ചി, എൻ്റെ ഫസ്റ്റ് മൂവി പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മേഘന ബെസ്റ്റ് ഡയറക്ടർ ആയത്. അതുമാത്രമല്ല അവരുടെ ഡാഡി വിത്ത് റിച്ച് ആണ്. ആ മൂവി റിലീസായി ഫേമസ് ആയിരുന്നു. മേഘന ഭയങ്കര ഹാപ്പിയായിരുന്നു. ഉള്ളിൽ ഒരു എംപ്ലോയി പോയി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് 2ാമത്തെ മൂവി, അതിൽ ഗീതൻ്റെ മൂവിയാണ്. അത് പറഞ്ഞ ഒരു അനിമൽസ് വെച്ചിട്ടാണ് സ്റ്റോറി. അതും മാജിക് മതിയാണ്. അനിമൽസ് വെച്ച് അത് അവർ ബെറ്റ് ഇത് മാജിക്കാണ്. പോക്കിമോണിലെ ഇതേ മാജിക് അതേ മതി. അത് സൂപ്പർ റിലീസായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പവർ ഇത് അവളും അവിടുന്ന് പോയി. റിത അല്ല ആശ പറയാതെ മച്ച് എൻ്റേത്. ശരി ഓക്കെ, ആശ ഒരു മൂവി എടുത്തായിരുന്നു. അത് പറഞ്ഞ ഹൊറർ മൂവിയാണ്. നല്ല കോമഡി ഹൊറർ മൂവി. അത് ഫേമസ് ആയിരുന്നു. അങ്ങനെ 3 മൂവി ടോപ്പ് ഫേമസ് മൂവിയായി മാറി. ഇങ്ങനെ ഫേമസ് ആയിരുന്നു. ഇങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേമാതിരി കുറേ ഡയറക്ടർ ഹീറോയിൻ്റെ ഹസ്ബൻഡ് റിവീൽ ചെയ്ത് ഹീറോയിൻ്റെ മാരേജ് കഴിച്ചത് അറിയായിരുന്നു. മാത്രമേ ന്യൂസ് കുറിച്ച് വെച്ചായിരുന്നു. ഹീറോയോട് പറഞ്ഞു മൈ ഹസ്ബൻഡാണ് ഈ മൂവിയിൽ ചെയ്യും എൻ്റെ ഹസ്ബൻഡ് വേണ്ടി. മാത്രമേ എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഫ്രണ്ട്സ് അല്ല, ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഫോറിനിലെല്ലാം ഉണ്ടായിരുന്നു. അവരിൽ വന്നു. അങ്ങനെ വന്നായിരുന്നു. മച്ചേ ഞാനും മൂവി ചെയ്യാൻ പോകുന്നു. ഞാൻ ഫോറിനിലാണ് പോയിട്ട് സെറ്റിലായതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാം. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ബോയ്സ് എല്ലാം ഉണ്ടായിരുന്നു. അച്ഛേ പറഞ്ഞായിരുന്നു അർജുൻ പറയുന്നുണ്ട് ഞാനൊരു മൂവി ചെയ്യാൻ പോകുന്നത് തമിഴ് മൂവിയാണ് എന്ന് പറഞ്ഞായിരുന്നു. അർജുൻ നീ തമിഴ് മൂവി? അതടി, എൻ്റെ വൈഫ് തമിഴ് കാർത്തിയല്ലേ, അതുകൊണ്ട് തമിഴ്നാട്. അവളെ ടോർച്ചർ സഹിക്കാൻ കഴിയില്ല എന്ന് ചിരിച്ചിട്ട് പറയുന്നത് തമിഴ് മൂവിയാ. ഹീറോയി ജിമ്മിനിക്ക് ജംഗുക്ക് വീക്കല്ല. ഹീറോയി എല്ലാ ലാംഗ്വേജും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. അതുകൊണ്ട് അവർക്കും അറിയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചായിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടികളാണ്. ശരി ഓക്കെ, തമിഴ് കുറച്ച് പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ജിമ്മിന് കോൺട്രാക്ട് സൈൻ ചെയ്തു. ജിമ്മിനാണ് പറഞ്ഞത് തുടങ്ങിയായിരുന്നു. അതുമാത്രമല്ല എൻ്റെ കൂടെ ഒരു പാർട്ട്ണറുണ്ട് എന്ന് പറയുന്നു. നീയാണ് ഇവിടെ നോക്കിക്കോണം. അർജുന് മുറച്ചാണ്. അർജുൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൂടെ വേറെ ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അവർ 3 പേർ സൂപ്പറായിട്ട് നന്നായിട്ട് അഭിനയിച്ചായിരുന്നു. ഇപ്പോൾ ഫേമസ് ആകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി ഇതുപോലെ ശരിയാവില്ലെന്ന് ഹീറോയി ജിബിനൊക്കെ മുറിക്കായിരുന്നു. ജിബിനെ മുറിക്കായിരുന്നു. ജിബിനെ എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. കുറേ ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് ഒന്ന് ടെൻഷനായിരുന്നു. അതെ, ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. ഇപ്പോൾ ബേബീസ് എല്ലാം ഉണ്ട്. ഹീറോ ജോലിയായിട്ട് ബേബീസ് കൂടെ ടൈം ചെയ്യായിരുന്നു. ജിമ്മിനൊക്കെ സാഡായിരുന്നു.
ജിമ്മിന് ഓർക്കാൻ എങ്ങനെയായിരുന്നു അതെ നമുക്ക് ഫ്ലാഷ് ബാക്ക് പോവാം. അതെ ജിമ്മിന് ഫസ്റ്റ് ആക്ടിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ മറന്നുപോയി ഫ്രണ്ട്സ്. ആക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോയിൽ കൂടെ ജിമ്മിന് ക്ലോസ് ഉണ്ടായിരുന്നു. അതിൽ ബേബീസ് ജനിച്ചായിരുന്നു. ഇപ്പോൾ ബേബീസ് വീണ്ടും ജനിച്ചായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ബേബിയുണ്ട്. ഇപ്പോൾ ജിമ്മിനിക്ക് 4 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ 5ാമത്തെ ഹീറോയിൽ പ്രഗ്നൻ്റാണ്. ജിമ്മിന് മുറക്കായിരുന്നു. ജിമ്മിന് വന്ന് അയ്യോ ഇവിടെ ടെൻഷൻ ആവാട്ടോ ബേബി ഓക്കെ ആണോ ഓൾറെഡി. ജിമ്മിന് മുറക്കായിരുന്നു. സോറി ബേബി അങ്ങനെ പറഞ്ഞു ജിമ്മിൻ. ഇപ്പോൾ ജിമ്മി പറഞ്ഞ ചൈൽഡിസ് മൊത്തം പോയായിരുന്നു. ജിമ്മിനിക്ക് പറഞ്ഞു കൊടുത്ത് ഹീറോയും കൂടെ ആയിക്കുമ്പോൾ ചൈൽഡിസ് ചെയ്യും മാത്രം വേറെ ഇതിൽ കോൾഡ് ചെയ്യും. അതെ ആ മേക്കപ്പ് ഗേൾസ് ഹസ്ബൻഡ് ലവ് മാരേജ് ആണ്. അങ്ങനെ ഹീറോയിൻ ചെയ്ത് ഹീറോയിൻ കൂടെ കോളേജിൽ പഠിച്ച കുട്ടികളായിരുന്നു. ഹീറോയിൻ്റെ മാത്രം അവർ രണ്ടുപേരും ഹീറോയുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്കും കുട്ടികളുണ്ട്. പിന്നെ 2 ഫ്രണ്ട്സ് വന്നായിരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിങ്ങനെ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് വന്ന് വഴക്കുണ്ടാക്കായിരുന്നു. എന്താണ് പ്രശ്നം ആര് പറയാൻ തുടങ്ങി ഇവളൊരു കാര്യം വെച്ച് എന്തടി ചെയ്യുക അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പ്രിയ പറയുന്നത് ഹീറോയി പറയുന്നത് നീ വഴക്കുണ്ടാക്കണ്ട നിങ്ങളെ പ്രശ്നം എന്താ. ഇല്ലടാ പുതിയ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടു ചെയ്യണം. അവൻ പറഞ്ഞ ഡിസൈൻ ഡ്രസ്സ് പറഞ്ഞ ഇതാണ്. ശരി ഓക്കെ നിങ്ങൾ ടെൻഷൻ ആക്കണ്ട മേക്കപ്പ് ചെയ്യുന്നത് സെറ്റ് അങ്ങനെ നിങ്ങൾ ട്രെയിനിങ് എടുത്തോ. അതെ താങ്ക് യു ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ 2 പേര് ഹസ്ബൻഡ് വൈഫ്. അതുമാത്രമല്ല ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പുറത്തെ എതിരെ കമ്പനി ഉണ്ടായിരുന്നു. അതെ അവിടെ വരെയൊക്കെ ചെന്നാൽ അതെടി അപ്പുറത്തെ ഒരു കമ്പനി വെച്ചിട്ടുള്ള ഒരു ഗേൾ ഉണ്ടായിരുന്നല്ലേ ആ സ്റ്റെല്ല പറയണ അതെ ഇപ്പം നിൻ്റെ ഹസ്ബൻഡിന് മേലെ കണ്ണുണ്ടടി എന്ന് പറയുന്നത്. ഇത് കേട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അയ്യോ അവൾക്ക് മാരേജ് ആയോ. അതടി വെച്ച് അവൾക്ക് മാരേജ് ആയി. അത് മാത്രമല്ല അവൾ റൂമർ റിലീസ് ചെയ്യണം. അത് അവൾക്ക് സീക്രട്ട് വെക്കാം. അതുപോലെ ഹീറോയെ പ്ലാൻ ചെയ്തു മൊത്തം അവൾ പോകണം. ഇല്ല എൻ്റെ ഹസ്ബൻഡ് കണ്ണു അതെടി എന്ന് പറഞ്ഞു. ആ 3 ബോയ്സ് മേലെ കണ്ണുകൊണ്ട് പറഞ്ഞ് ഹീറോയെ പ്ലാൻ ചെയ്യുന്ന അവൾ അതെല്ലാം ചെയ്ത് അവളെ പിടിച്ച് ജയിലിലിട്ടു. ഇവ ഹീറോ ബേബീസ് ഹാപ്പി ആയിരിക്കും. അത് ഹാപ്പി ഫാമിലി ആയിരുന്നു. ഹീറോ ഫാമിലി നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികളോട് ജിമ്മിന് ഭയങ്കര ഹാപ്പി കളിക്കുക. ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ക്യൂട്ടായി ബേബീസ് ഉണ്ട്. ബേബി കൂടെ ജിമ്മിന് ഭയങ്കര ഹാപ്പി ആയിരിക്കാം. ഇത് കാണാൻ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി സ്റ്റോറി.